മണിപ്പൂരിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ച ചുങ് നെയ് ജങ് എന്ന പെൺകുട്ടിയുടെ കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും തരണം ചെയ്ത് അവൾ ജീവിതത്തോടു പൊരുതി. ബോക്സിങ്ങോ, അതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന പൊതുധാരണ തിരുത്തി, ജയിക്കണം എന്ന ആഗ്രഹത്തേക്കാൾ വലുതായി മറ്റൊന്നുമില്ലെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിച്ച ഇന്ത്യയുടെ ബോക്സിംഗ് ക്വീൻ MC മേരി കോമിൻ്റെ ജീവിതകഥ നമുക്ക് നോക്കാം. 6 തവണ വേൾഡ് അമച്വർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഒരേയൊരു വനിതാ താരം, പങ്കെടുത്ത 7 ലോക ചാമ്പ്യൻഷിപ്പുകളിലും ഓരോ മെഡൽ നേടിയ ഏക വനിതാ ബോക്സിംഗ് താരം, 8 ലോക ചാമ്പ്യൻഷിപ്പ് മെഡലുകൾ നേടിയ ഏക ബോക്സർ എന്നീ അപൂർവ ബഹുമതികളെയെല്ലാം സ്വന്തമാക്കിയ ഇന്ത്യക്കാരിയാണ് മേരി കോം. 2018-ൽ 6ാം തവണ ലോക ചാമ്പ്യനായപ്പോൾ മണിപ്പൂർ സർക്കാർ മിതോയ് ലീമ അഥവാ അസാധാരണ വനിത എന്ന പട്ടം നൽകി മേരിയെ ആദരിച്ചു. മണിപ്പൂരിലെ ചുരാങ്ചാന്ദ്പൂർ ജില്ലയിലെ കങ്കത്തെ എന്ന ഉൾനാടൻ ഗ്രാമത്തിലെ ഒരു കുഞ്ഞു വീട്ടിലാണ് മേരി കോമിൻ്റെ ജനനം. ദരിദ്ര കർഷകനായ മാങ്തെ തോപ്പയുടെയും ഭാര്യ മാങ്തെ ആങ്ക കോമിൻ്റെയും 4 മക്കളിൽ മൂത്തയാളായി 1982 നവംബർ 24-ന് മേരി ജനിച്ചു. മണിപ്പൂരിലെ തനത് ഗോത്രവർഗങ്ങളിലൊന്നായ കോം വർഗക്കാരുടെ ഗ്രാമമാണ് കങ്കത്തെ. മേരിയുടെ അച്ഛൻ്റെ മുത്തച്ഛൻ ഗ്രാമത്തലവനായിരുന്നു. എന്നാൽ മേരിയുടെ അച്ഛനും മുത്തച്ഛനുമൊന്നും ആ പദവിയിലെത്താനായില്ല. അവർ സാധാരണ കർഷകരായി കഴിഞ്ഞു. ഗ്രാമത്തിലെ പേരുകേട്ട ഗുസ്തിക്കാരനും വേട്ടക്കാരനുമൊക്കെയായിരുന്ന മാങ്തെ തോൻപ വീട്ടിലെ മോശം സാമ്പത്തികാവസ്ഥ മൂലം വിദ്യാഭ്യാസം പൂർത്തിയാകാതെ കൃഷിയിലേക്ക് തിരിയുകയായിരുന്നു. എന്നാൽ ചെറിയ തോട്ടത്തിലെ വരുമാനം തികയാതെ വന്നപ്പോൾ അദ്ദേഹം ഗ്രാമത്തലവൻ്റെ സഹായിയായി. അവിടെ വച്ചാണ് മേരിയുടെ അമ്മ മാങ്തെ അഗാമിനെ പരിചയപ്പെടുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതും. അഗാമിൻ്റെ അമ്മ ചുങ്തോമിനോടുള്ള ബഹുമാന സൂചകമായി അവരുടെ പേരിൻ്റെ ഉന്നതി എന്നർത്ഥം വരുന്ന ചുങ് എന്ന വാക്കും ധനിക എന്നർത്ഥമുള്ള നെയ് എന്ന വാക്കും ചടുതല എന്നർത്ഥമുള്ള ജങ് എന്ന വാക്കുകൾ ചേർത്താണ് മകൾക്ക് ചുങ് നെയ് ജങ് എന്ന പേരിട്ടത്. ആദ്യ കുട്ടിയിൽ പ്രതീക്ഷയർപ്പിച്ച അച്ഛനമ്മമാർ വെറുതെയിട്ട പേരാകാം, പക്ഷെ അതൊരു പ്രവചനമായി തീർന്നു. മുത്തശ്ശിയാണ് അവളെ ക്രിസ്ത്യാനിയാക്കിയത്. അങ്ങനെ ആ കുട്ടി MC മേരി കോമായി. വിരലിൽ എണ്ണാവുന്നവർ മാത്രം ഉന്നത വിദ്യാഭ്യാസം നേടിയിരുന്ന കങ്കത്തെ ഗ്രാമത്തിൽ സർക്കാർ ജോലി എന്നത് സ്വപ്നത്തിലും അപ്പുറമായിരുന്നു. തനിക്ക് വിദ്യാഭ്യാസം നേടാനായില്ലെങ്കിലും മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാമെന്ന് മാങ്തെ തോൻപ തീരുമാനിച്ചു. തുച്ഛമായ വരുമാനത്തിൽ നിന്ന് അതിനായി ചെറിയ തുക അദ്ദേഹം മാറ്റിവെക്കുകയും ചെയ്തു. കങ്കത്തേയ്ക്കടുത്തുള്ള പട്ടണമായ മെയ്റാങ്ങിലെ മികച്ച വിദ്യാലയങ്ങളിലൊന്നായ ലോക്ടക് ക്രിസ്ത്യൻ മോഡൽ ഹൈസ്കൂളിലായിരുന്നു മേരിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം. സ്വന്തമായി നെയ്തുണ്ടാക്കിയ ഷോളുകളും വീട്ടാവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്ന പച്ചക്കറികളും വിറ്റ് അമ്മ സ്കൂൾ ഫീസിനുള്ള പണമുണ്ടാക്കി. വിദ്യാഭ്യാസ കാര്യത്തിൽ പൊതുവെ ആൺകുട്ടികൾക്കാണ് കോം സമൂഹം പ്രാധാന്യം നൽകിയത്. എങ്കിലും കുടുംബത്തിൽ ആദ്യമായി 10ാം ക്ലാസ് പാസ്സാകുന്ന കുട്ടി മേരി ആകണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചു. മലനിരകളിലൂടെ 1 മണിക്കൂർ നടന്നു വേണമായിരുന്നു മേരിക്ക് സ്കൂളിലെത്താൻ. അനുജത്തിയും അനുജനും സ്കൂളിൽ പോകാറായപ്പോൾ അവരെ സുരക്ഷിതരായി സ്കൂളിലേക്കും തിരിച്ച് വീട്ടിലേക്കും എത്തിക്കേണ്ട ചുമതല മേരി ഏറ്റെടുത്തു. സ്കൂളില്ലാത്ത സമയത്ത് മറ്റു ജോലികൾ ചെയ്ത് അച്ഛൻ അവരെ ചെറുപ്പം മുതലേ ശീലിപ്പിച്ചിരുന്നു. കൃഷിയിടങ്ങളിൽ കാളയെ നിയന്ത്രിക്കാനും നിലമുഴുതു മറിക്കാനും ആയാസമേറിയ പല ജോലികളും മേരി ചെയ്തു. ഗ്രാമത്തിൽ ജലസ്രോതസ്സുകൾ ഇല്ലാത്തതിനാൽ ദൂരെ നിന്ന് വെള്ളം കൊണ്ടുവരാനും അച്ഛനൊപ്പം മലമുകളിൽ നടന്നു കയറി വിറക് ശേഖരിക്കാനും മേരിക്ക് ഉത്സാഹമായിരുന്നു. അച്ഛൻ്റെ വലം കൈ എന്നാണ് മേരിയെക്കുറിച്ച് പറഞ്ഞിരുന്നത്. വീട്ടുജോലികളിൽ അമ്മയെ സഹായിക്കാനും മേരി സമയം കണ്ടെത്തി. അവധി ദിനങ്ങളിൽ ഗ്രാമത്തിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയുള്ള നിങ്തീച്ചിങ് മലഞ്ചെരുവിൽ വിറക് ശേഖരിക്കാൻ മേരിയും സഹോദരങ്ങളും അച്ഛനോടൊപ്പം പോയിരുന്നു. ജോലികളെല്ലാം തീർത്ത് കഠിനമായ ക്ഷീണത്തോടെയാകും രാത്രി മേരി വീട്ടിലെത്തുക. ഒറ്റമുറിയും അടുക്കളയും മാത്രമുള്ള വീട്ടിൽ നിലത്ത് പായ വിരിച്ച് മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് പഠനം. വീട്ടിലാകെയുള്ള 2 കിടക്കയിലൊന്ന് മേരിക്കും അനിയത്തിക്കും, മറ്റത് അച്ഛനും അമ്മയും അനുജനും. വൈക്കോലും പഞ്ഞിയും ശേഖരിച്ച് തനിയെ ഉണ്ടാക്കിയ മെത്തയും തുണിക്കഷ്ണങ്ങളും തുന്നിച്ചേർത്ത പുതപ്പും. കിടന്നയുടൻ ക്ഷീണം കാരണം വേഗം ഉറങ്ങും. നേരം വെളുക്കും മുമ്പേ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കി കുടിച്ച് അച്ഛനൊപ്പം പണിസ്ഥലത്തേക്ക് പോകണം.
സ്കൂളിന് സമയമാകുമ്പോൾ വീട്ടിലേക്ക് ഒറ്റയോട്ടം. അമ്മ ദിവസവും കൊടുക്കുന്ന 50 പൈസ കൊണ്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കടലയും ഒക്കെ വാങ്ങി വിശപ്പടക്കും. പറമ്പിൽ നിന്ന് കിട്ടുന്ന പേരയ്ക്ക പോലുള്ള പഴങ്ങൾ കഴിച്ച് മേരിയും കുടുംബവും വിശപ്പടക്കിയ ദിവസങ്ങളുമുണ്ടായിരുന്നു. സ്കൂൾ കായിക മത്സരങ്ങൾ നടക്കുന്ന ദിവസങ്ങൾക്കായി മേരി കാത്തിരിക്കും. സ്പൂൺ റേസും നീഡിൽ റേസും പോലുള്ള താരതമ്യേന ചെറിയ കായിക ഇനങ്ങളിൽ നിന്ന് പോലും ഇവൾ മാറി നിൽക്കാറില്ല. സോപ്പുപെട്ടിയും ലഞ്ച് ബോക്സും ഒക്കെ ആയിരിക്കും സമ്മാനം കിട്ടുക. അതുമായി ആവേശത്തോടെ അവൾ വീട്ടിലേക്കോടും. മകൾ മത്സരിച്ച് കൊച്ചു സമ്മാനങ്ങളുമായി വരുന്നത് അച്ഛനമ്മമാർക്കും സന്തോഷമായിരുന്നു. കളികളിൽ മുന്നോട്ടു വന്നിരുന്നുവെങ്കിലും പഠനത്തിൽ മേരിയുടെ താല്പര്യം കുറഞ്ഞു വരികയായിരുന്നു. അച്ഛനെ അത് വല്ലാതെ സങ്കടപ്പെടുത്തി. വിദ്യാഭ്യാസം ഇല്ല എന്നതിൻ്റെ പേരിൽ തൻ്റെ മകൾ എവിടെയും പിന്നിലായി പോകരുത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അതുകൊണ്ട് മിക്കപ്പോഴും അച്ഛൻ മേരിയെ പഠിക്കാൻ ഉപദേശിക്കും. 6ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മറ്റൊരു സ്കൂളിലേക്ക് മേരിയെ മാറ്റി. കായിക ഇനങ്ങളിലുള്ള മേരിയുടെ കഴിവും താൽപ്പര്യവും അവിടത്തെ അധ്യാപകരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം സ്കൂളിലെ പ്രിൻസിപ്പൽ മേരിയുടെ പിതാവിനെ വിളിച്ചു. ഇംഫാലിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പരിശീലന കേന്ദ്രത്തിൽ മേരിയെ പരിശീലനത്തിന് അയക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. എന്നാൽ മേരിയുടെ പിതാവിന് സംബന്ധിച്ച് അതത്ര എളുപ്പമല്ലായിരുന്നു. കാരണം മകളെ ഇംഫാലിൽ അയച്ചു പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി അദ്ദേഹത്തിന് അക്കാലത്തില്ലായിരുന്നു. കായിക മത്സരങ്ങളിലുള്ള മേരിയുടെ കമ്പം ദിവസം ചെല്ലുംതോറും കൂടി വന്നു. മകളെ കായിക രംഗത്തുനിന്ന് പിന്തിരിപ്പിക്കാൻ അവർ കഴിയും പോലെ ശ്രമിച്ചു നോക്കി. പക്ഷേ കായിക രംഗത്തോടുള്ള മേരിയുടെ ആവേശം അത്ര എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ലെന്ന് മേരിയുടെ പിതാവ് തിരിച്ചറിഞ്ഞു. പഠനത്തിന് ദോഷം വരാതെ മകൾ കായിക പരിശീലനം നടത്തുകയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതിന് യോജിച്ച സ്ഥലം കണ്ടെത്താൻ അന്വേഷണവും തുടങ്ങി. മെയ്റാങ്ങിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് എന്ന പരിശീലന സ്ഥാപനത്തെയാണ് മേരിയുടെ പിതാവ് സമീപിച്ചത്. അവിടെ ചേരാൻ പ്രത്യേകം ഫീസ് ആവശ്യമില്ലായിരുന്നു. മാത്രമല്ല ഉപകരണങ്ങൾക്കു വേണ്ടിയും പണം മുടക്കേണ്ടതില്ല. ഒരു കുഴപ്പം മാത്രമേയുള്ളൂ. കായിക പരിശീലനം നടത്തുന്നവർ കഴിക്കേണ്ട പോഷകസമ്പുഷ്ടമായ ഭക്ഷണം ലഭിക്കില്ല. വീട്ടിൽ നിന്ന് മെയ്റാങ്ങിലേക്ക് സാമാന്യം നല്ല ദൂരമുണ്ട്. ഈ വഴി സൈക്കിൾ ചവിട്ടി പോയി വരിക ഏറെ ശ്രമകരമായിരുന്നു. ഒരു കായിക താരം പരിശീലിക്കേണ്ട അടിസ്ഥാന വ്യായാമങ്ങൾ മേരി അവിടെ നിന്ന് പഠിച്ചു. പക്ഷേ അതിനിടയിൽ അവൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഓട്ടവും ചാട്ടവും ഒക്കെ അടങ്ങുന്ന അത്ലറ്റിക്സ് തൻ്റെ മേഖലയല്ല. 20 ദിവസം കൊണ്ട് മേരി അവിടുത്തെ പരിശീലനം മതിയാക്കി. പഠിച്ച വ്യായാമമുറകൾ വീട്ടിൽ മുടങ്ങാതെ പരിശീലിക്കാൻ തുടങ്ങി. മേരിയുടെ കായിക സ്വപ്നങ്ങളിൽ അപ്പോഴൊന്നും ബോക്സിംഗ് ഉണ്ടായിരുന്നില്ല. താൽപ്പര്യമുള്ള മേഖല എന്നതിനൊപ്പം ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു വഴി കൂടിയാണ് അന്ന് മേരി സ്പോർട്സിനെ കണ്ടത്. സ്പോർട്സ് കോട്ടയിൽ ഒരു സർക്കാർ ജോലി ലഭിച്ചാൽ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകൾ മാറുമെന്ന് അവൾ കണക്കുകൂട്ടി. മേരിക്ക് കായിക പരിശീലനം നടത്താൻ ഇംഫാലാണ് നല്ലതെന്ന് അച്ഛൻ കണക്കുകൂട്ടിയിരുന്നു. ഇംഫാലിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പരിശീലന കേന്ദ്രത്തിലെ കോച്ചിനെ മേരിയുടെ അച്ഛൻ പോയി കണ്ടു. ഇംഫാലിലെ ഒരു സർക്കാർ സ്കൂളിൽ അവൾക്ക് അഡ്മിഷൻ ശരിയാക്കി. ബന്ധുക്കളുടെ വീട്ടിൽ താമസവും ഏർപ്പാടാക്കി. മേരിയുടെ കായിക പരിശീലനം അതിരാവിലെ തുടങ്ങും. അതിനായി 4 മണിക്ക് എഴുന്നേൽക്കും. മഴയും മഞ്ഞുമൊന്നും നോക്കാതെ മേരി സൈക്കിളിൽ പരിശീലന സ്ഥലത്തെത്തും. 4 മണിക്കൂറോളം നീളുന്ന പരിശീലനമാണ് പിന്നീട്. 8 മണി കഴിയുന്നതോടെ സ്കൂളിലേക്ക് തിരിക്കും. ഇതായിരുന്നു മേരിയുടെ ഒരു ദിവസം. ഇടയ്ക്കിടെ നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കാണാൻ വരുമായിരുന്നു. പരിശീലന സമയത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാൻ മേരി ഒരുക്കമായിരുന്നില്ല. പരിശീലന സമയം കുറയും എന്നതിൽ ചില നേരങ്ങളിൽ മേരി ഭക്ഷണം പോലും ഒഴിവാക്കിയിരുന്നു. സായ് അക്കാദമിയിൽ പരിശീലനത്തിന് പോകുന്ന കാലത്ത് പോൾ വോൾട്ടും ജാവലിൻ ത്രോയും അടക്കമുള്ള ഇനങ്ങളിൽ മേരി പങ്കെടുത്തിരുന്നു. എന്നാൽ ഒന്നും തനിക്കിണങ്ങുന്നതായി അവൾക്ക് തോന്നിയില്ല. അതുകൊണ്ട് അക്കാദമിയിലെ സെലക്ഷൻ ട്രയൽസിനു മുൻപേ അവിടം വിടാൻ അവൾ തീരുമാനിച്ചു. അപ്പോഴാണ് ആ വാർത്ത കേട്ടത്. സായിയിൽ സ്ത്രീകൾക്ക് ബോക്സിംഗ് വരുന്നു. എങ്കിൽ ഒരു കൈ നോക്കിയിട്ടു തന്നെ കാര്യമെന്ന് മേരി ഉറപ്പിച്ചു. 1998 ഏഷ്യൻ ഗെയിംസിൽ മണിപ്പൂരുകാരനായ ബോക്സർ ഡിങ്കോ സിംഗ് സ്വർണം നേടിയത് മേരി അടക്കം പലർക്കും ആവേശം നൽകിയിരുന്നു. അതുപോലെ തന്നെ 1986 ദേശീയ ബോക്സിംഗ് ചാമ്പ്യനായ ഐബോച്ച സിംഗ് ആണ് സായിയിലെ മികച്ച ബോക്സിംഗ് കോച്ച് എന്ന് മനസ്സിലാക്കിയ മേരി
അദ്ദേഹത്തിനെ കാണാൻ ചെന്നു. ഐബോംച സിംഗിന്റെ കീഴിലുള്ള പരിശീലനത്തിനിടയിൽ സ്വാഭാവികമായ ശൈലിയിലുള്ള ബോക്സറാണ് താനെന്ന് തിരിച്ചറിഞ്ഞു. വീട്ടിൽ നിന്ന് മേരി പോയതോടെ അച്ഛനും അമ്മയ്ക്കും ജോലി ഇരട്ടിയായി. അച്ഛൻ കൃഷി ചെയ്തും അമ്മ പച്ചക്കറി വളർത്തിയും വസ്ത്രങ്ങൾ നെയ്തും അധിക വരുമാനമുണ്ടാക്കി. എങ്കിലേ മേരിക്ക് കാശയക്കാനാകൂ. ഇംഫാലിൽ അവർക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് വല്ലപ്പോഴുമേ അവർ മകളെ കാണാൻ പോയിരുന്നുള്ളൂ. അച്ഛനമ്മമാരോട് കഴിയുന്നതും പണം ചോദിക്കാതിരിക്കാൻ മേരി ശ്രദ്ധിച്ചു. ഓരോ മാസവും കിട്ടുന്ന തുച്ഛമായ തുക കൊണ്ട് മേരി കാര്യങ്ങൾ നടത്തി. പ്രവേശനം നേടുന്നതും കോച്ചുമാരെ തിരഞ്ഞെടുക്കുന്നതും ഗ്ലൗസും മറ്റും വാങ്ങുന്നതും കാര്യങ്ങളിൽ അവൾ സ്വയം തീരുമാനമെടുത്തു. വീട്ടിൽ നിന്ന് കിട്ടുന്ന പണം മിച്ചം പിടിച്ച 350 രൂപ കൊണ്ടാണ് മേരി ആദ്യമായി ഗ്ലൗസ് വാങ്ങിയത്. പല അവശ്യ വസ്തുക്കളും വില താങ്ങാനാവാത്തതുകൊണ്ട് മതിയായ സൗകര്യങ്ങൾ ഇല്ലാതെയായിരുന്നു പരിശീലനം. ബ്രാൻഡഡ് ഷൂസ് പോലെ തോന്നിക്കുന്ന വില കുറഞ്ഞ ഷൂസ് ഇട്ടാണ് ദേശീയ മത്സരങ്ങൾക്ക് പോലും മേരി പോയിരുന്നത്. എന്നാൽ അതൊന്നും അവളെ അസ്വസ്ഥയാക്കിയില്ല. അപ്പോഴാണ് മണിപ്പൂർ സർക്കാരിന് കീഴിലുള്ള യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ബോക്സിംഗ് അക്കാദമിയും മണിപ്പൂർ ആമച്വർ ബോക്സിംഗ് അസോസിയേഷനും തമ്മിൽ ചില ധാരണകളുണ്ടായിരുന്നു. ഇതിന്റെ ഫലമായി സായിയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും സെലക്ഷൻ ട്രയൽസിന് പോകാനും സംസ്ഥാന മത്സരങ്ങളിൽ പങ്കെടുക്കാനും അനുമതി കിട്ടിയിരുന്നില്ല. ഇതറിഞ്ഞ മേരി 2000-ലെ സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാനായി സായ് വിടാൻ തീരുമാനിച്ചു. പിന്നീടുള്ള പരിശീലനം മണിപ്പൂർ സർക്കാരിന് കീഴിലുള്ള യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ബോക്സിംഗ് അക്കാദമിയുടെ കീഴിലായിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം മേരി MABAയിലേക്കും മാറി. ആദ്യത്തെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ സായിയിലെ മേരിയുടെ കോച്ചുമാരിൽ ഒരാളായിരുന്ന ഹംപിയെ മേരി കീഴടക്കി. ആ ടൂർണമെന്റിൽ സ്വർണം നേടിയെന്നു മാത്രമല്ല മേരി മികച്ച ബോക്സറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ആ വിജയത്തിൽ സാമ്പത്തിക നേട്ടമൊന്നും മേരിക്കുണ്ടായില്ല. പക്ഷേ സംസ്ഥാന തലത്തിൽ ഒരു സ്ഥാനവും ദേശീയ തലത്തിൽ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരവും അതൊരുക്കി. ബോക്സിംഗ് തിരഞ്ഞെടുത്തതും മത്സരത്തിന് പോയതുമൊന്നും വീട്ടിൽ അറിഞ്ഞിരുന്നില്ല. പിറ്റേന്ന് പത്രത്തിൽ വാർത്ത കണ്ട അച്ഛൻ മേരിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ബോക്സിംഗ് മതിയാക്കാൻ ആവശ്യപ്പെട്ടു. ബോക്സിംഗ് എൻ്റെ സ്വപ്നമാണ്, അത് ഉപേക്ഷിക്കാൻ എനിക്കാവില്ല. മേരി തീരുമാനത്തിൽ ഉറച്ചു നിന്നു. മകളുടെ മനസ്സ് മാറ്റാനാവില്ലെന്ന് കണ്ടതോടെ അച്ഛനമ്മമാരും വഴങ്ങി. ഗവൺമെന്റ് ജോലി നേടണമെന്നായിരുന്നു മേരിയുടെ ലക്ഷ്യം. ആദ്യത്തെ സമ്മാനത്തുക കൊണ്ട് പൾസർ ബൈക്ക് വാങ്ങുമെന്നും അച്ഛനൊരു ഫാമും അമ്മയ്ക്കൊരു കാറും സമ്മാനിക്കുമെന്നും അമ്മയോട് മേരി തമാശയായി പറയുമായിരുന്നു. 2000-ൽ ഡിസംബറിൽ ബംഗാളിൽ നടന്ന 7ാമത് ഈസ്റ്റ് ഇന്ത്യ ഓപ്പൺ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിനു വേണ്ടിയാണ് മേരി ആദ്യമായി മണിപ്പൂർ വിട്ടുപോയത്. ആ മത്സരത്തിൽ സ്വർണം നേടിയ അവർ സംസ്ഥാന ടീമിൽ സ്ഥാനമുറപ്പിച്ചു. 2001-ൽ ചെന്നൈയിൽ നടന്ന പ്രഥമ ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പായിരുന്നു മേരിയുടെ ജീവിതത്തിലെ ആദ്യത്തെ പ്രധാന മത്സരം. 48 കിലോ വിഭാഗത്തിലേക്ക് മേരി തിരഞ്ഞെടുക്കപ്പെട്ടു. ബാംഗ്ലൂരു ഇന്ത്യയിലെ മികച്ച നഗരങ്ങളിൽ ഒന്നാണെന്ന് മേരി കേട്ടിരുന്നു. പരിശീലന ക്യാമ്പ് അവിടെയാണെന്നറിഞ്ഞതോടെ മേരി ഉത്സാഹത്തിലായി. പക്ഷേ ആ യാത്ര മേരിക്ക് നല്ല അനുഭവങ്ങളല്ല നൽകിയത്. മുറിയിലെത്തിയ ശേഷം കോച്ചിനെ കാണാൻ പോയി വന്നപ്പോൾ മേരിയുടെ പേഴ്സ് നഷ്ടപ്പെട്ടിരുന്നു. ഒടുവിൽ അച്ഛൻ്റെ ബാംഗ്ലൂരുവിലുള്ള ഒരു സുഹൃത്താണ് മേരിക്ക് അത്യാവശ്യം വേണ്ട പണം എത്തിച്ചു കൊടുത്തത്. അതികഠിനവും വ്യത്യസ്തവുമായ പരിശീലനമായിരുന്നു മേരിക്ക് അവിടെ വച്ച് ലഭിച്ചത്. അവിടെ നിന്ന് ചെന്നൈയിലേക്കുള്ള യാത്ര മേരിയുടെ ജീവിതത്തിലെ ആദ്യ ട്രെയിൻ യാത്രയായിരുന്നു. പണമില്ലാത്തതുകൊണ്ട് സാധാരണ സ്ലീപ്പർ ക്ലാസ്സിലായിരുന്നു യാത്ര. എങ്കിലും കൂട്ടുകാർക്കൊപ്പം കളിച്ചും തമാശ പറഞ്ഞും മേരി യാത്ര രസകരമാക്കി. ആദ്യ ഏഷ്യൻ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻ്റെ സെലക്ഷനും പരിശീലനത്തിനും വേണ്ടി ഹസാറിലേക്കായിരുന്നു അടുത്ത യാത്ര. അപ്പോഴേക്കും മേരി ട്രെയിൻ യാത്രയുടെ കാര്യങ്ങളെല്ലാം ഏറെക്കുറെ പഠിച്ചിരുന്നു. നേരത്തെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. സീറ്റിനടിയിൽ സൂട്ട് കേസ് ഇരുമ്പ് ചങ്ങലയിട്ട് പൂട്ടിവെച്ചു. ഗരഖ്പൂരിലെത്തി നോക്കിയപ്പോൾ ചങ്ങല മുറിച്ചിട്ടിരിക്കുന്നു. പെട്ടി കാണാനില്ല. ഇത്തവണ പണം മാത്രമല്ല നഷ്ടമായത്, അന്താരാഷ്ട്ര മത്സരത്തിന് പോകാൻ അവസരം കിട്ടുമെന്ന് കരുതി നേരത്തെ എടുത്തുവച്ചിരുന്ന പാസ്പോർട്ട് അടക്കമുള്ള സാധനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടിരുന്നു. നിസ്സഹായയായ മേരി തീവണ്ടിയിലിരുന്ന് കരഞ്ഞു. തൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു പോയ ആ നിമിഷം. വണ്ടിയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ആലോചിച്ചു പോയ ആ സമയം. പക്ഷേ അച്ഛനമ്മമാരുടെ മുഖം ഓർത്തപ്പോൾ അതിന് ധൈര്യം വന്നില്ല.
ഒടുവിൽ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞ ശേഷം താൻ മരിക്കാൻ പോകുകയാണെന്ന് അറിയിച്ചു. വിഷമിക്കേണ്ടെന്നും എങ്ങനെയെങ്കിലും പുതിയ പാസ്പോർട്ട് ലഭിക്കാൻ നോക്കാമെന്നും പറഞ്ഞ് അച്ഛൻ മകളെ ആശ്വസിപ്പിച്ചു. അച്ഛന് അതിനായി കുറെ കഷ്ടപ്പെടണമെന്ന് അവൾക്കറിയാമായിരുന്നു. സഹോദരന് ഏറ്റവും പ്രിയപ്പെട്ട ആകെയുണ്ടായിരുന്ന പശുവിനെ വിറ്റെന്നും രാപ്പകലില്ലാതെ അമ്മ പണമുണ്ടാക്കാൻ അധ്വാനിക്കുകയാണെന്നും മേരി പിന്നീട് അറിഞ്ഞു. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് മേരി തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ മേരിക്ക് പാസ്പോർട്ടില്ല. യാത്ര മുടങ്ങുമെന്ന അവസ്ഥ. മറ്റുള്ളവരോട് പണം ചോദിക്കാൻ മടിയുണ്ടായിരുന്നിട്ടും ഒടുവിൽ മേരിയുടെ അച്ഛൻ ബന്ധുവിനെ ചെന്നു കണ്ട് കാര്യം പറഞ്ഞു. അദ്ദേഹം ഗ്രേറ്റർ ഇംഫാൽ പ്രദേശത്തുള്ള കോം വിഭാഗക്കാരിൽ നിന്ന് പണം പിരിച്ചെടുത്ത് മേരിയുടെ ആവശ്യങ്ങൾക്കായി നൽകി. പാസ്പോർട്ട് ഓഫീസിലെ ബന്ധുവിനെ വിളിച്ച് സഹായം ചോദിച്ചു. ഒടുവിൽ മേരിക്ക് പുതിയ പാസ്പോർട്ട് കിട്ടി. പിൻകാലത്ത് ലോകപ്രശസ്തിയായപ്പോഴും തന്നെ സഹായിച്ച ആ ആളുകളെയൊക്കെ മേരി ഓർമ്മിച്ചിരുന്നു. വൈകാതെ ആദ്യത്തെ വിദേശ ചാമ്പ്യൻഷിപ്പിനായി മേരി ബാങ്കോക്കിലേക്ക് പറന്നു. ഇത്രയും പ്രശ്നങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും ഇടയിൽ നിന്ന് പോയതുകൊണ്ടാകണം തന്നേക്കാൾ വലുപ്പവും ആത്മവിശ്വാസവുമുള്ള എതിരാളിയെ കണ്ട് മേരി അല്പമൊന്ന് പതറിപ്പോയി. അതുകൊണ്ടുതന്നെ ആദ്യത്തെ ഇടിയിൽ തന്നെ മേരി തോറ്റു. അതൊരു പാഠമായിരുന്നു. ഇനി അത്ര എളുപ്പം തോറ്റുകൊടുക്കില്ലെന്ന് മേരി ഉറപ്പിച്ചു. അമേരിക്കയിൽ അടുത്തതായി നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ താൻ മുന്നിലെത്തുമെന്ന് മേരി അവളോട് തന്നെ സത്യം ചെയ്തു. അമേരിക്കയിലെ പെൻസിൽവേനിയയിൽ 2001 ഡിസംബറിലായിരുന്നു ആ മത്സരം. 48 കിലോ വിഭാഗത്തിൽ മത്സരിക്കാൻ മേരി ഒരുക്കം തുടങ്ങി. യാത്രാ ചെലവിനായി 2000 രൂപ ഉണ്ടാക്കാനേ അച്ഛന് കഴിഞ്ഞുള്ളൂ. അമേരിക്കയിലെ ചെലവിന് പോലും ഇത് മതിയാകുമായിരുന്നില്ല. പരിചയത്തിലുള്ള ഓൺലർ കോം എന്നയാളോട് മേരി കാര്യങ്ങൾ പറഞ്ഞു. മണിപ്പൂരിലെ കോം യൂണിയൻ പ്രസിഡന്റിനോട് അദ്ദേഹം പ്രശ്നം അവതരിപ്പിച്ചു. മണിപ്പൂരിൽ നിന്നുള്ള 2 എംപിമാരെ ചെന്നു കാണാനാണ് അവർ നിർദ്ദേശിച്ചത്. എംപിമാർ 8000 രൂപ സംഭാവനയായി നൽകി. പലരും കഷ്ടപ്പെട്ടിട്ടാണ് തൻ്റെ യാത്ര നടക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ വെറും കൈയോടെ തിരിച്ചു വരാനാകില്ലെന്നും മേരി ഉറപ്പിച്ചു. പിന്നീട് അമേരിക്കയിലേക്കുള്ള യാത്ര. മേരി ആദ്യമായിട്ടാണ് അത്രയും ദൂരം സഞ്ചരിക്കുന്നത്. ആദ്യ റൗണ്ടിൽ എതിരാളിയെ ധൈര്യപൂർവ്വം നേരിട്ട് മേരിക്ക് ആത്മവിശ്വാസം കൂട്ടി. ടീമംഗങ്ങൾ ഓരോരുത്തരായി പരാജയപ്പെട്ടപ്പോഴും മേരി പിടിച്ചു നിന്നു. ഒടുവിൽ കാത്തിരുന്ന നിമിഷം മേരി കോം ഫൈനലിൽ. തൻ്റെ ജീവിതം മാറ്റാൻ പോകുന്ന ഗെയിമാണിതെന്ന് മേരി ഉറപ്പിച്ചു. റിങ്ങിൽ ആരെയും എനിക്ക് നേരിടാം എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അവൾ മത്സരത്തിനിറങ്ങി. പക്ഷേ തുർക്കിയുടെ ഹ്യൂല സഹിനോട് തോറ്റു. ഭക്ഷണം ശരിയാകാത്തതിനാൽ മേരിയുടെ ഭാരം അതിനകം 2 കിലോ കുറഞ്ഞിരുന്നു. ഇത് മത്സരത്തെ സാരമായി ബാധിച്ചു. വലിയ നിരാശയായിരുന്നു മേരിക്ക്. അമേരിക്കയിലേക്ക് പോകാനിറങ്ങിയപ്പോൾ അച്ഛനുമായി വഴക്കിട്ടതിനുള്ള ശിക്ഷയാണിതെന്ന് സ്വയം ആശ്വസിച്ചു. ഫൈനലിൽ പരാജയപ്പെട്ട മേരി വെള്ളി മെഡലുമായാണ് തിരികെ എത്തിയത്. ടീമിൻ്റെ ഏക മെഡൽ. അതിന് സ്വർണത്തേക്കാൾ തിളക്കമുണ്ടായിരുന്നു. മാലയിട്ട് കൊട്ടും പാട്ടും നൃത്തവുമായി മേരിയെ ഇംഫാലുകാർ സ്വീകരിച്ചു. മേരിയെയും കോച്ച് ഇംബോച്ചയെയും അഭിനന്ദിക്കാനായി പ്രത്യേക ചടങ്ങുകളും സമൃദ്ധമായ വിരുന്നുമെല്ലാം സംഘടിപ്പിച്ച് അവർ സന്തോഷം പങ്കിട്ടു. സ്പോർട്സ് മന്ത്രാലയം 9 ലക്ഷം രൂപയാണ് മേരിക്ക് പാരിതോഷികമായി നൽകിയത്. ആ പണത്തിൽ കുറച്ചെടുത്ത് മേരി ആദ്യം തന്നെ അച്ഛനൊരു കൃഷിസ്ഥലം വാങ്ങിക്കൊടുത്തു. ഒരു പങ്ക് സഹോദരൻ്റെയും സഹോദരിയുടെയും വിദ്യാഭ്യാസത്തിന് നീക്കിവച്ചു. തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാനായി അവർ പല കാര്യങ്ങളും വേണ്ടെന്നു വച്ചിരുന്നുവെന്ന് മേരിക്ക് അറിയാമായിരുന്നു. ചെക്ക് തൻ്റെ പേരിലാണെങ്കിലും അത് കുടുംബത്തിൻ്റെ ഓരോരുത്തരുടെയും അധ്വാനത്തിൻ്റെ ഫലമാണെന്ന് മേരി ഉറച്ചു വിശ്വസിച്ചു. ബൈക്ക് വാങ്ങാൻ അമ്മ സമ്മതിക്കാത്തതുകൊണ്ട് ആക്റ്റീവ സ്കൂട്ടർ വാങ്ങിയാണ് മേരി സമാധാനിച്ചത്. തൻ്റെ വളർച്ചയ്ക്ക് തുടക്കമിട്ട MABAയ്ക്കും മേരി ചെറിയൊരു തുക നൽകി. ആദ്യത്തെ അന്താരാഷ്ട്ര മെഡൽ സന്തോഷവും ആത്മവിശ്വാസവും നൽകിയെങ്കിലും സ്വർണം നേടിയിട്ടേ വിശ്രമമുള്ളൂ എന്ന് മേരി തീർച്ചപ്പെടുത്തി. വീട്ടിൽ നിന്ന് മാസങ്ങളോളം വിട്ടുനിന്നപ്പോൾ പലപ്പോഴും മേരിക്ക് ഒറ്റപ്പെടൽ തോന്നി. മണിപ്പൂരിയും കോം ഭാഷയും മാത്രമാണ് അവൾക്ക് നന്നായി വഴങ്ങിയിരുന്നത്. ഹിന്ദിയും ഇംഗ്ലീഷും നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് മേരി ആളുകളുമായി ഇടപെടാൻ മനഃപൂർവ്വം മടിച്ചു. 2000-ൽ ഡൽഹിയിൽ പരിശീലനത്തിന് പോയ കാലത്താണ് മേരി ഓൺലർ കോമിനെ പരിചയപ്പെട്ടത്. ഡൽഹിയിൽ നിയമബിരുദ വിദ്യാർത്ഥിയും കോം വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റുമായിരുന്ന അദ്ദേഹം വടക്കുകിഴക്കൻ മേഖലയിൽ നിന്ന് ഡൽഹിയിൽ പഠിക്കാനെത്തുന്ന കോം വിദ്യാർത്ഥികളെ സഹായിക്കേണ്ട ചുമതല ഓൺലറിനായിരുന്നു.
ഒരു ദിവസം അദ്ദേഹം മേരിയെ കണ്ട് വിവരങ്ങൾ അന്വേഷിക്കാനെത്തി. സഹായം ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞ് പിരിഞ്ഞു. പിന്നീട് ഹിസാറിൽ വെച്ച് പാസ്പോർട്ട് മോഷ്ടിക്കപ്പെട്ടപ്പോൾ സഹായിച്ചത് ഓൺലർ ആയിരുന്നു. ഒരു ജ്യേഷ്ഠനെപ്പോലെയും രക്ഷാകർത്താവിനെ പോലെയും ഒക്കെയാണ് മേരി ഓൺലറിനെ കണ്ടിരുന്നത്. തനിക്ക് മാസം 1000 രൂപ അയക്കാനായി അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ മേരി ഓൺലറിനോട് വെളിപ്പെടുത്തി. പണം ലാഭിക്കാനുള്ള സൂത്രവിദ്യകൾ ഓൺലർ മേരിക്ക് പറഞ്ഞുകൊടുത്തു. ആ സൗഹൃദം പതുക്കെ ശക്തമായി. ഏറെക്കാലത്തെ പരിചയം കൊണ്ട് മേരിയുടെ സ്വഭാവവും സ്വപ്നങ്ങളും പേടികളും ബോക്സിംഗ് താൽപ്പര്യവുമെല്ലാം ഓൺലർ നന്നായി മനസ്സിലാക്കിയിരുന്നു. ഒരു സുഹൃത്ത് എന്നതിലപ്പുറം അദ്ദേഹം അവളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഒടുവിൽ ഓൺലർ 2005 മാർച്ച് 12 മേരിയെ വിവാഹം കഴിച്ചു. ബോക്സിംഗ് കരിയറിൽ നിന്ന് 4 മാസമാണ് മേരി കോം ഇടവേളയെടുത്തത്. നാഷണൽ ഗെയിംസ് വില്ലേജിൽ അതിനകം മേരിക്ക് മണിപ്പൂർ സർക്കാരിൻ്റെ വീട് കിട്ടി. വിവാഹം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും ഏഷ്യൻ ബോക്സിംഗ് മത്സരത്തിൻ്റെയും മറ്റ് ലോക മത്സരങ്ങളുടെയും പരിശീലന ക്യാമ്പുകൾ തുടങ്ങാറായിരുന്നു. ഓൺലർ മേരിയെ ക്യാമ്പിലെത്തിച്ചു. വർഷത്തിൽ കൂടുതൽ സമയവും മേരി വീട്ടിലുണ്ടാകില്ല എന്ന് ഓൺലറിന് അറിയാമായിരുന്നു. അതിനാൽ വീട്ടുകാര്യങ്ങൾ അദ്ദേഹം ഒറ്റയ്ക്ക് നോക്കി. ഒരു ജോലി അത്യാവശ്യമാണെന്ന കാര്യം മേരിയും മനസ്സിലെന്നും ഉണ്ടായിരുന്നു. വിവാഹത്തിന് മുൻപ് 1-2 ഇൻഷുറൻസ് പോളിസികളല്ലാതെ വേറെ സമ്പാദ്യമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. വൈകാതെ പോലീസ് കോൺസ്റ്റബിളിൻ്റെ ജോലി മേരിയെ തേടിയെത്തി. ആദ്യത്തെ 2 ലോക മത്സരങ്ങളിൽ നേടിയ മെഡലുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അത്. ലോക മത്സരങ്ങളിൽ സ്വർണവും വെള്ളിയും നേടിയ ഒരാൾക്ക് ആ ജോലി കിട്ടിയാൽ പോരാ എന്ന് അറിയാമായിരുന്നതുകൊണ്ട് മേരി അത് നിരസിച്ചു. ലോക മത്സരങ്ങളിൽ 2ാമത് സ്വർണം നേടിയ ശേഷമാണ് മണിപ്പൂർ ഗവൺമെൻറ് സബ് ഇൻസ്പെക്ടർ സ്ഥാനം മേരിക്ക് വാഗ്ദാനം നൽകിയത്. 2005 ഇത്. മേരി അത് സ്വീകരിച്ചു. അങ്ങനെ കായിക താരമെന്ന നിലയിൽ ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നം മേരി നേടി. ആദ്യ ശമ്പളമായി 10,000 രൂപയാണ് കിട്ടിയത്. കായിക രംഗത്ത് മേരിയുടെ നല്ല കാലം തുടങ്ങിയത് 2001 2001 മുതൽ 2004 വരെയുള്ള സീനിയർ വനിതാ ദേശീയ ചാമ്പ്യൻഷിപ്പുകൾ, 2002 ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ്, ഹംഗറിയിൽ വച്ച് നടന്ന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് എന്നിവയിലെല്ലാം മേരി മെഡലുകൾ വാരിക്കൂട്ടി. 2005 റഷ്യയിൽ നടന്ന 3ാം ലോക വനിതാ ബോക്സിംഗ് മത്സരത്തിലും അടുത്ത വർഷം നടന്ന 4ാം ലോക മത്സരത്തിലും സ്വർണം നേടിക്കൊണ്ട് മേരി ലോക കിരീടം നിലനിർത്തി. പല മത്സരങ്ങളും വിജയിച്ചെങ്കിലും തൻ്റെ ഏറ്റവും വലിയ നേട്ടമായി മേരി കണക്കാക്കുന്നത് 2006 ഒരു ഫൈനൽ വിജയമാണ്. ന്യൂഡൽഹിയിൽ നടന്ന 4ാം ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ റുമേനിയയുടെ സ്റ്റെല്യൂട്ട ഡ്യൂറ്റയെ 22-7 തോൽപ്പിച്ച് ലോകപട്ടം നിലനിർത്തിയ മത്സരമായിരുന്നു അത്. പനിയും ജലദോഷവും മേരിയെ അലട്ടിയ സമയത്തായിരുന്നു ആ മത്സരം. മരുന്ന് കഴിക്കുന്നത് മത്സരത്തെ ബാധിക്കുമോ എന്ന് പേടിച്ച് അതുപോലും ഒഴിവാക്കിയാണ് മേരി റിങ്ങിലിറങ്ങിയത്. ശാരീരിക ക്ഷീണത്തെ അവഗണിച്ച് തികച്ചും മനക്കരുത്തിൻ്റെ മാത്രം ബലത്തിലായിരുന്നു മേരി ആ വിജയ പോരാട്ടം നടത്തിയത്. ലോക മത്സരങ്ങളിലെ ഹാട്രിക് വിജയത്തോടെ ബോക്സിംഗ് രാജ്ഞി എന്ന വിശേഷണം മാധ്യമങ്ങൾ മേരിക്ക് നൽകി. ഇംഫാലിലെ ലാങ്കോൾ ഗെയിംസ് വില്ലേജിലേക്കുള്ള റോഡിന് മേരി കോമിൻ്റെ പേരിടാനും ആലോചനയുണ്ടായിരുന്നു. പങ്കെടുത്ത 6 ലോക ചാമ്പ്യൻഷിപ്പുകളിലും 5ലും സ്വർണം, 1ൽ വെള്ളി. മേരിയുടെ ഈ നേട്ടത്തിന് ഒപ്പം നിൽക്കുന്ന ബോക്സർമാർ കുറവാണ്. 2008 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ തോൽവി ഏറ്റുവാങ്ങിയ മേരി പ്രകടനം മെച്ചപ്പെടുത്താൻ കഠിനശ്രമം തുടങ്ങി. മികച്ച പരിശീലനവും പോഷകസമ്പുഷ്ടമായ ഭക്ഷണവുമൊക്കെ അവർക്ക് ആത്മവിശ്വാസം കൊടുത്തു. ഇതിൻ്റെ തുടർച്ചയായി 2008 നവംബറിൽ ആഗ്രയിൽ നടന്ന 9ാം സീനിയർ വനിതാ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മേരി സ്വർണം നേടി. ചൈനയിൽ നടക്കാൻ പോകുന്ന 5ാം ലോക ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം നടത്താനുള്ള പ്രചോദനമായി അത്. പ്രതീക്ഷ തെറ്റിയില്ല. ചൈനയിലെ മത്സരത്തിൽ മേരി വീണ്ടും 1ാമതായി. പല ത്യാഗങ്ങളും സഹിച്ച് നേടിയെടുത്ത വിജയമായിരുന്നു അത്. ലോകത്തിലെ വനിതാ ബോക്സർമാരിൽ ഒരാളായി മേരി മാറുകയായിരുന്നു. ആ നേട്ടത്തോടെ ജോലിയിൽ ഇൻസ്പെക്ടറായി പ്രൊമോഷനും ലഭിച്ചു. 2010 6ാമത് ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. അപ്പോഴേക്കും മേരി 48 കിലോ വിഭാഗത്തിലേക്ക് മാറിയിരുന്നു. പെൻസിൽവേനിയയിൽ നടന്ന ആദ്യ ചാമ്പ്യൻഷിപ്പിൽ 48 കിലോ വിഭാഗത്തിൽ മത്സരിച്ചെങ്കിലും പിന്നീട് 45 കിലോ, 46 കിലോ വിഭാഗങ്ങളിലേക്ക് മേരി മാറി. ബാർബഡോസിലായിരുന്നു അത്തവണത്തെ ലോക മത്സരം. ഇന്ത്യക്ക് അഭിമാന മുഹൂർത്തം സമ്മാനിച്ചുകൊണ്ട് മേരി അത്തവണയും സ്വർണം നേടി.
ഇതോടെ മേരിക്ക് അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് പദവിയിലേക്ക് സ്ഥാനക്കയറ്റവും ലഭിച്ചു. 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ് വനിതാ ബോക്സിംഗ് ഒരു ഒളിമ്പിക്സ് മത്സരമാക്കിയത്. ഇതിനെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം 2009 വന്നു. 2009 ജംഷഡ്പൂരിൽ നടന്ന സീനിയർ ദേശീയ വനിതാ ബോക്സിംഗ് ക്യാമ്പിൽ 46 കിലോ ഫ്ലൈവെയ്റ്റ് വിഭാഗത്തിൽ മേരി പങ്കെടുത്തിരുന്നു. ഫൈനലിൽ എതിരാളി പിങ്കി ജാംഗ്രയും മേരിയും 15-15 സമനില നേടിയെങ്കിലും പിങ്കിയെ വിജയിയായി പ്രഖ്യാപിച്ചു. അവരുടെ തന്ത്രങ്ങളും എതിരിടുന്ന രീതികളും സ്റ്റൈലും മേരിയുടേതിനേക്കാൾ മികച്ചതായിരുന്നു എന്ന് അവർ വിധിയെഴുതി. മേരി ഇത് അംഗീകരിച്ചില്ലെന്നും മാത്രമല്ല പ്രതിഷേധിക്കുകയും ചെയ്തു. തുടർന്ന് ജൂറി മേരിയെ 22 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. തൻ്റെ പെരുമാറ്റത്തിന് മാപ്പ് ചോദിച്ചാണ് മേരി പ്രശ്നം അവസാനിപ്പിച്ചത്. ബോക്സിംഗ് റിങ്ങിൽ തന്നെ മറുപടി നൽകാമെന്ന് മേരി ഉറച്ചു. 2011 12ാം ദേശീയ ചാമ്പ്യൻഷിപ്പിൻ്റെ സമയം ഫൈനലിൽ എതിരാളി പിങ്കി തന്നെയായിരുന്നു. 13-9 എന്ന സ്കോറിന് പിങ്കിയെ കീഴടക്കിക്കൊണ്ട് മേരി വീണ്ടും കരുത്തു തെളിയിച്ചു. ആ സമയമായപ്പോഴേക്കും മേരി ഭാരം കൂട്ടി 51 കിലോ വിഭാഗത്തിലേക്ക് മാറിയിരുന്നു. കാരണം 51 കിലോ ഫ്ലൈവെയ്റ്റ്, 57 മുതൽ 60 കിലോ ലൈറ്റ് വെയ്റ്റ്, 69 മുതൽ 75 കിലോ മിഡിൽ വെയ്റ്റ് എന്നീ വിഭാഗത്തിലുള്ള മത്സരങ്ങളാണ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ട്രെയിനിങ് സമയത്ത് കോച്ചുമാരെല്ലാം അവരവരുടെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കളിക്കാർക്കു വേണ്ടി സമയം ചെലവിട്ടു. മേരി ഏറെക്കുറെ ഒറ്റയ്ക്കായിരുന്നു പരിശീലനം. മേരി എതിരാളികളുടെ വിദ്യകൾ ബുദ്ധിപൂർവ്വം നേരിടാൻ പഠിച്ചു. അതിനാൽ തന്നെ ചെറിയ പോറലുകളും ചതവുകളുമല്ലാതെ കരിയറിൽ വലിയ അപകടങ്ങളോ മുറിവുകളോ മേരിക്കുണ്ടായിട്ടില്ല. മേരി കോം 2012 ജൂലൈയിൽ ലണ്ടനിലേക്ക് വിമാനം കയറി. അവിടെയാണ് ലോക കായിക മാമാങ്കമായ ഒളിമ്പിക്സ് നടക്കുന്നത്. ഓഗസ്റ്റ് 5-നായിരുന്നു ആദ്യത്തെ മത്സരം. പോളണ്ടിൻ്റെ കരോലിന അന്ന മൈക്കൽസുക്ക് ആയിരുന്നു അന്ന് മേരിയുടെ എതിരാളി. ആ മത്സരത്തിൽ മേരി വിജയിച്ചു. തുനീസിയയുടെ ബോക്സിംഗ് താരം മറൗവ റഹാലി ആയിരുന്നു മേരിയുടെ അടുത്ത എതിരാളി. അതിലും വിജയിച്ചതോടെ മേരി സെമി ഫൈനലിലെത്തി. ആദ്യമായി ഒരു ഇന്ത്യൻ വനിതാ ബോക്സർ ഒളിമ്പിക്സിൽ സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നു. ഫൈനലിൽ വിജയിച്ച് മേരി കോം സ്വർണ്ണ മെഡൽ നേടുമെന്ന് പലരും പ്രവചിച്ചു. മേരി കഠിന പരിശീലനം തുടർന്നു. ഓഗസ്റ്റ് 8 അന്നാണ് ഒളിമ്പിക്സിലെ വനിതാ ബോക്സിംഗ് മത്സരത്തിൻ്റെ സെമി ഫൈനൽ. ബ്രിട്ടൻ്റെ ബോക്സിംഗ് താരം നിക്കോള ആഡംസിനെയാണ് മേരി സെമി ഫൈനലിൽ നേരിടേണ്ടത്. ആദ്യത്തെ ഇടിയോടെ തന്നെ മത്സരത്തിൽ ആഡംസ് ജയിച്ചു. സെമി ഫൈനലിൽ നിന്ന് മേരി പുറത്തായി. സെമി ഫൈനൽ വരെ എത്തിയതിന് മേരിക്ക് വെങ്കല മെഡൽ സമ്മാനിക്കപ്പെട്ടു. സ്വർണം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഒളിമ്പിക്സിൽ ലഭിച്ച വെങ്കല മെഡൽ അക്ഷരാർത്ഥത്തിൽ മേരിയുടെ ജീവിതം മാറ്റിമറിച്ചു. സൂപ്പർ ഫൈറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസഡർ പോലെയുള്ള വലിയ അവസരങ്ങൾ അവരെ തേടിയെത്തി. 2014 മാർച്ചിൽ സ്വിറ്റ്സർലാൻഡിലെ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് മ്യൂസിയത്തിലെ ചടങ്ങിലും 2015 ജൂണിൽ UAEയിൽ നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണ ചടങ്ങിലും മുഖ്യാതിഥിയായി മേരി ഇന്ത്യയുടെ അഭിമാനമായി. നിരവധി വിദേശ രാജ്യങ്ങളും മേരി സന്ദർശിച്ചു. ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയ മത്സരങ്ങളിൽ പലതിലും മേരി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. നിരവധി റെക്കോർഡുകളും സ്വന്തം പേരിൽ എഴുതി ചേർത്തു. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും പ്രീ ക്വാർട്ടറിൽ മേരി കോം പുറത്തായി. ഇന്ന് നിരവധി കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ബോക്സിംഗ് ഗുരുവാണ് മേരി കോം. ആദ്യം ബന്ധുവായ ഒരു കുട്ടിയെയാണ് പരിശീലിപ്പിച്ചിരുന്നത്. പിന്നീട് കുട്ടികളുടെ എണ്ണം കൂടിയപ്പോൾ ഒരു ബോക്സിംഗ് അക്കാദമി തുടങ്ങി. അത് പിന്നീട് മേരി കോം റീജിയണൽ ബോക്സിംഗ് ഫൗണ്ടേഷനായി വികസിച്ചു. ഇംഫാലിലാണ് ഈ അക്കാദമി. നിരവധി ആൺകുട്ടികളും പെൺകുട്ടികളും ഇവിടെ മേരി കോമിൻ്റെ മേൽനോട്ടത്തിൽ ബോക്സിംഗ് പരിശീലിക്കുന്നു. മേരി കോം പരിശീലനത്തിൻ്റെ മറ്റും തിരക്കുകളിലായിരിക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ഓൺലർ നന്നായി നോക്കി നടത്തും. ഇരട്ടകളായ റെച്ചുങ്വർ കോമും ഗുപ്നെയ്വർ കോമും എന്നിവരാണ് മേരി കോമിന് ആദ്യം ജനിച്ചത്. പ്രിൻസ് ചുങ്തൻ ഗ്ലെൻ കോം ആണ് മൂന്നാമത്തെ കുട്ടി. ഒരു പെൺകുട്ടിയെ കോം ദമ്പതിമാർ 2018 ദത്തെടുത്തിരുന്നു. മെർലിൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലകളിലുള്ളവർ പല കാര്യത്തിലും വ്യത്യസ്തരാണ്. മുഖഭാവത്തിലും ഭക്ഷണരീതികളിലും സംസ്കാരത്തിലുമൊക്കെ മറ്റ് ഇന്ത്യക്കാരുമായി വലിയ വ്യത്യാസം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരുടെ കളിയാക്കലിന് ഇവർ ഇരയാകാറുണ്ട്. കണ്ടാൽ ഇന്ത്യക്കാരിയാണെന്ന് തോന്നില്ലല്ലോ എന്ന മട്ടിലുള്ള പരിഹാസങ്ങൾ ആദ്യകാലത്ത് മേരി കോമിനും നേരിടേണ്ടി വന്നിരുന്നു.
അന്തർദേശീയ വേദികളിൽ ഇന്ത്യൻ പതാകയുടെ പശ്ചാത്തലത്തിൽ വിജയചിഹ്നം കാട്ടിക്കൊണ്ടാണ് മേരി കോം തന്നെ നോക്കിച്ചിരിച്ചവർക്ക് മറുപടി നൽകിയത്. തുടർച്ചയായി വിജയങ്ങൾ കൊയ്ത മേരി കോമിനെ തേടി മാധ്യമപ്രവർത്തകർ അവരുടെ ഗ്രാമത്തിലെത്തി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ കായിക സംസ്കാരത്തെക്കുറിച്ചും അവിടെ വളർന്നുവരുന്ന പ്രതിഭകളെക്കുറിച്ചും കായിക ലോകം ചർച്ച ചെയ്യാൻ മേരി കോമിൻ്റെ വിജയവും പ്രശസ്തിയും കുറച്ചൊന്നുമല്ല സഹായിച്ചത്. കഠിനമായ ജീവിത പ്രതിസന്ധികളിൽപ്പെട്ട് തളർന്നു പോകുന്നവർക്ക് എന്നും പ്രചോദനമാണ് മേരി കോമിൻ്റെ ജീവിതം. തൻ്റെ ആത്മകഥയിൽ ഒരിടത്ത് മേരി കോം ഇങ്ങനെ പറയുന്നു: എൻ്റെ തീരുമാനങ്ങൾ ഉറച്ചതാണ്. മെഡൽ നേടണമെന്ന മനസ്സിലുറപ്പിച്ചാൽ മെഡലുമായി തിരിച്ചെത്തുന്നതുവരെ എനിക്ക് ഉറക്കമുണ്ടാവില്ല. സ്വപ്നം കാണാത്ത ഉയരങ്ങൾ പോലും ബോക്സിംഗ് എനിക്ക് തന്നു. കഠിന പ്രയത്നമല്ലാതെ എളുപ്പവഴികൾ എനിക്കറിയില്ല. മേരി കോമിൻ്റെ ഈ വാക്കുകൾ സത്യമാണെന്ന് അവരുടെ ജീവിതം തന്നെയാണ് തെളിവ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന 4ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ മേരി കോമിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന 3ാമത്തെ പത്മവിഭൂഷൺ ബഹുമതിയായ പത്മഭൂഷൺ 2013 അവരെ തേടിയെത്തി. കായിക രംഗത്തെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ രാജീവ് ഗാന്ധി ഖേൽരത്ന, ഇന്നത്തെ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം 2009 മേരി കോമിന് ലഭിക്കുന്നത്. 2ാമത്തെ വലിയ സിവിലിയൻ പുരസ്കാരമായ പത്മവിഭൂഷൺ ബഹുമതി നൽകി രാജ്യം 2020 മേരി കോമിനെ ആദരിച്ചു. ബോക്സിംഗ് രംഗത്തു നൽകിയ സംഭാവനകളുടെ പേരിൽ അന്താരാഷ്ട്ര ബോക്സിംഗ് അസോസിയേഷൻ നൽകുന്ന പുരസ്കാരമായ ഐബ ലെജൻഡ്സ് അവാർഡും മേരി കോമിന് ലഭിച്ചിട്ടുണ്ട്. ഈ അവാർഡിന് ആദ്യമായി അർഹയാകുന്നയാളാണ് മേരി കോം. മേരി കോമും ദിന സർട്ടയുമായി ചേർന്ന് എഴുതിയ ആത്മകഥയാണ് അൺബ്രേക്കബിൾ. ഹാർപ്പർ കോളിൻസ് പബ്ലിഷിംഗ് കമ്പനി 2013 ഈ പുസ്തകം പുറത്തിറക്കിയത്. 2006 മുതൽ 2012 വരെയുള്ള 6 വർഷത്തെ ഇന്ത്യൻ വനിതാ ബോക്സിംഗ് ടീമിൻ്റെ അനുഭവങ്ങൾ പറയുന്ന ഡോക്യുമെൻ്ററിയാണ് വിത്ത് ദിസ് റിംഗ്. ഇതിൽ മേരി കോമും സംസാരിക്കുന്നുണ്ട്. ബെനറ്റ് കോൾമാൻ ആൻഡ് കമ്പനി പ്രസിദ്ധീകരിച്ച ഗ്ലോബൽ ഇന്ത്യൻസ് പുസ്തകത്തിൻ്റെ 3ാം പതിപ്പിൽ 25 പ്രമുഖ വ്യക്തിത്വങ്ങൾക്കൊപ്പം മേരിയുമുണ്ട്. മേരി കോമിൻ്റെ ജീവിതം അടിസ്ഥാനമാക്കി സഞ്ജയ് ലീല ബൻസാലിയും വിയാകോം 18 മോഷൻ പിക്ചേഴ്സും ചേർന്ന് നിർമ്മിച്ച ബയോഗ്രഫിക്കൽ സ്പോർട്സ് ചലച്ചിത്രമാണ് മേരി കോം. ഒമങ് കുമാർ സംവിധാനം ചെയ്ത ഈ ഹിന്ദി സിനിമ 2014 ടൊറൻ്റോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ആദ്യമായി പ്രദർശിപ്പിച്ചു. പ്രിയങ്ക ചോപ്രയാണ് മേരി കോമായി വേഷമിട്ടത്. 2008 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വിജയം വരെയുള്ള മേരിയുടെ ജീവിതമാണ് പ്രമേയം. പ്രിയങ്ക ചോപ്ര ആദ്യമായി പിന്നണി പാടിയ ഈ ചിത്രത്തിന് 38 കോടിയാണ് നിർമ്മാണ ചെലവ്. സ്ത്രീ കേന്ദ്രീകൃത ഇന്ത്യൻ സിനിമകളിൽ ഉയർന്ന ഓപ്പണിംഗ് വീക്കെൻഡ് രേഖപ്പെടുത്തിയ ചിത്രം 86.19 കോടി ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടി. നായികാ പ്രാധാന്യമുള്ള സിനിമകളിൽ ഉയർന്ന കളക്ഷൻ നേടിയ ഈ സിനിമയ്ക്ക് ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ അവാർഡ്, മികച്ച ചിത്രത്തിനും അഭിനേത്രിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് എന്നിവ ലഭിച്ചു. ഒളിമ്പിക്സിലും മറ്റും ബോക്സിംഗ് മത്സരങ്ങൾക്ക് പങ്കെടുക്കാനുള്ള പ്രായപരിധി 40 വയസ്സാണ്. ഇതിനാൽ മേരി കോമിന് അടുത്ത ഒളിമ്പിക്സിൽ മത്സരിക്കാനാവില്ല. എങ്കിലും ബോക്സിംഗിൽ നിന്ന് വിട്ടുനിൽക്കില്ലെന്ന് മേരി കോം പറയുന്നത്. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്.